മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, തെസ്സലോനിക്ക 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. തിന്മയുടെ അജ്ഞാതശക്തി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെയും പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതെ ഇരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാത്തിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടുത്തേണ്ടതിനെ ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അരാജകത്തിൻ്റെ അജ്ഞാതശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും. കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കുവാനും അങ്ങനെ രക്ഷ പ്രാപിക്കുവാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തത്ഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. നമ്മെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നതെന്ന് സത്യമറിഞ്ഞുകൊണ്ട് ഇതെല്ലാം ഈ ലോകത്ത് സംഭവിക്കാനുള്ളതാണ്. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്നവർക്കെല്ലാം ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും ഈ ലോകം നമ്മളെ വെറുക്കുകയും ചെയ്യുമെന്നുള്ള സത്യം മനസ്സിലാക്കുക. ഇന്ന് കർത്താവിൻ്റെ 2-ാം ആഗമനത്തിലേക്ക് കടക്കുന്ന അവസ്ഥയിലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു, ഈ കാലഘട്ടം അരാജകത്തിൻ്റെ അജ്ഞാതശക്തി നമ്മുടെ സഭയിലും കടന്നു കൂടിയിട്ടുണ്ട്. അജ്ഞാതശക്തിയെ മനസ്സിലാക്കണമെങ്കിൽ നാം തീർച്ചയായും ഉപവാസത്തിലായിരിക്കണം. അതിനുള്ള കൃപകൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ്, പാണാശ്ശേരി.